ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അറോറ ഡ്രീംസ്. അപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ബ്ലൈൻഡ് ബാഗ്, പേപ്പർ നെയിൽസ്, ഐഫോൺ സ്ക്വിഷി ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഫുള്ളായിട്ട് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ബ്ലൈൻഡ് ബാഗും സ്ക്വിഷിയും ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ്ങിലാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാലും ഞാനിതിവിടെ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കുറേ വർഷങ്ങൾക്ക് ശേഷം എടുത്തു വെച്ച് നോക്കുമ്പോൾ ഞാനിത് ഉണ്ടാക്കിയിരുന്നു എന്നുള്ളൊരു സംഭവത്തിന് ഒരു മെമ്മറി ആയിട്ട് സ്റ്റോർ ആക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ട്രൈ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഇതുപോലെ ഉണ്ടാക്കുമോന്നും അറിയില്ല. എന്തായാലും ഈ ഒരു സംഭവം ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് 3 ഐറ്റംസ് ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നെയിൽസ്, പിന്നെന്താ ബ്ലൈൻഡ് ബാഗ്, പിന്നെ ഐഫോണിൻ്റെ സ്ക്വിഷിയും. അപ്പോൾ ഈ ഒരു 3 പ്രോസസ്സ് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ. പിന്നെ പുറത്ത് നല്ല വമ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അടിപൊളി ആംബിയൻസ് ആയിരുന്നു ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഈ പേപ്പർ നെയിൽസ് ഞാനൊരു 10 ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം 2 കൈകളിൽ വിടാൻ വേണ്ടിയിട്ട് അത്രയും വേണമായിരുന്നു. പിന്നെ ഇത്രയും ലെങ്തി ആയിട്ട് പേപ്പർ റോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പേപ്പറിൻ്റെ ഹാഫ് പോർഷൻ മതി, അത് സെറ്റായി കിട്ടിക്കോളും. ഇപ്പോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫുൾ ഫിംഗർ കവറപ്പ് ആവും ഇത് ഇൻസേർട്ട് ചെയ്ത്. എന്തായാലും ടോട്ടലി എല്ലാം ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അറ്റ് ലാസ്റ്റ് ഞാൻ കൊണ്ടുപോയി മമ്മീനെ കാണിച്ചു. മമ്മീനെ കാണിച്ചപ്പോൾ ആദ്യത്തെ ചോദ്യം, അയ്യേ എന്തോന്നാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്, അങ്ങനെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഇടങ്ങും വലങ്ങും ഒക്കെ തിരിഞ്ഞു മറിഞ്ഞ് നോക്കിയിട്ട് പറയാം, ഇത് സ്കൂളിൽ കൊണ്ടുപോകാം, സ്കൂളിൽ കൊണ്ടുപോയി പിള്ളേരെ കാണിക്കാമെന്ന്. ആക്ച്വലി മമ്മി ഒരു മാത്സ് ടീച്ചറാണ്. അപ്പോൾ ഈ കോണൊക്കെ ഉണ്ടല്ലോ, കോണിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്ലാസ് എടുക്കാമല്ലോ. അപ്പോൾ ഈ സംഭവം കണ്ടിട്ട് അതിൻ്റെ ക്ലാസ് എടുക്കാനെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിലെ തൊട്ടേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ടാണെങ്കിലും, അതായത് ക്രാഫ്റ്റ് ഐറ്റംസ് ആണെങ്കിലും ആർട്ട് ആയാലും പെയിൻറ്റിങ്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കര താല്പര്യമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓർ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരമായ ക്രാഫ്റ്റ്സ് ഒന്നുമല്ല, കുഞ്ഞു പേപ്പർ ക്രാഫ്റ്റ്സ് ഉണ്ടല്ലോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വിധമുള്ളത്, അതൊക്കെ ഉണ്ടാക്കി നോക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം നല്ലൊരു ഗ്യാപ്പ് വീണിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ പറയാനാണെങ്കിൽ ഒരു ഹൈസ്കൂളൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞാൻ വീണ്ടും ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് എന്ന പോലെയൊക്കെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. അതായത് ഈ മിനി നോട്ട്ബുക്ക് പോലുള്ള സംഭവങ്ങളും കുഞ്ഞു ബാസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ പിന്നെ പെയിൻറ്റിങ്സ് ഇഷ്ടംപോലെ ചെയ്യുമായിരുന്നു. അതായത് കൂടുതലും പെൻസിൽ ഡ്രോയിങ്സും ലാൻഡ്സ്കേപ്പ് മോഡലുള്ള പെൻസിൽ ഡ്രോയിങ്സൊക്കെ കൂടുതൽ ചെയ്ത് ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാറുണ്ടായിരുന്നു. പിന്നെ പതുക്കെ 10 ആയപ്പോഴത്തേക്കും വീണ്ടും ഇതിൻ്റെ ആ ഒരു അളവ് കുറഞ്ഞുകൊണ്ടിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10th പഠിക്കണമല്ലോ, കോൺസെൻട്രേറ്റിംഗ് ഓൺ ടു സ്റ്റഡീസ്. കാരണം ഫസ്റ്റ് വഴിത്തിരിവല്ലേ എല്ലാവരുടെയും. എന്തായാലും വഴിതിരിഞ്ഞ് ഞാനിപ്പോൾ യൂട്യൂബിലോട്ട് വഴിതിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ പേപ്പർ നെയിൽസ് ഏകദേശം ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്ന രീതിയും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിലെല്ലാം ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളതും. അതുകൊണ്ട് നോക്കിയും കണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഇതിന് അങ്ങനെ ഭയങ്കര വ്യൂസ് കിട്ടാനോ അങ്ങനെയൊന്നും വേണ്ടിയിട്ടൊന്നും അല്ല ഞാനിപ്പോൾ എന്തായാലും ഇത് ഇടുന്നത്. കാരണം എനിക്ക് നല്ല ബോധമുണ്ട് ഇപ്പം എന്തായാലും ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ല വ്യൂസ് കാര്യങ്ങളൊന്നും കയറത്തില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല ട്രെൻഡിങ്ങിൽ ഓടിയ ഒരു ഐറ്റമാണിത്. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇത് കാണുമെന്നറിയാം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ഫുള്ളായിട്ട് കാണുക, കമൻസിൽ പറയുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക ക്രാഫ്റ്റ് ചാനൽസിലും അത് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും കറൻറ്റ്ലി ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഞാനും കൂടെ ചെയ്ത് വെറുപ്പിക്കേണ്ട, അതിനുവേണ്ടി സമയം കളയേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. ഇഷ്ടംപോലെ ഐഡിയാസും കാര്യങ്ങളും ഇഷ്ടംപോലെ ക്രാഫ്റ്റ് ചാനൽസിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ സമയം തീരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇപ്പോൾ ചെയ്യാനാണെങ്കിൽ ഓൾറെഡി ഒരുപാട് ചാനൽസിൽ അത് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് അങ്ങ് പോയി. അപ്പോൾ എൻ്റെ മൂഡ് അങ്ങ് പോയി. സത്യം പറഞ്ഞാൽ ഈ ഐഫോണൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും മനസ്സിലൂടെ ഇങ്ങനെ ഫുള്ള് ഡ്രീംസും കാര്യങ്ങളും ഒക്കെ, ദൈവമേ ഇങ്ങനെ ഒരെണ്ണം എൻ്റെ കയ്യിൽ എപ്പോഴാണ് ഒന്ന് കിട്ടുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട് എന്തായാലും നേരിട്ടോ കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് ആ സ്വന്തമായിട്ട് ഐഫോണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറ്റിക്കാമല്ലോ. അത് ചുമ്മാ ഇത് കണ്ടാലൊക്കെ പറയാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. ബൈ ദ വേ ഇതൊക്കെ വെച്ചിട്ട് ഞാനൊരു സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ മിറർ സെൽഫി എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നതാണല്ലോ. ഐഫോണൊക്കെ വെച്ചിട്ട് ഒരു കണ്ണാടിന് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സെൽഫിയൊക്കെ എടുക്കുക. ആ പരിപാടി ഞാനും ചെയ്തു. അതായത് ബൈ ദിസ് സ്ക്വിഷി ഐഫോൺ സെൽഫിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണിക്കുന്ന പ്രോസസ്സിൽ ബാക്ക് സൈഡ് ബ്ലാക്ക് പെയിൻറ്റ് വെച്ച് ഒന്ന് കളർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് അതിൻ്റെ പുറത്ത് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ പണി തീരും. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അകത്ത് ഫുള്ള് പെയിൻറ്റ് ചെയ്ത് വീണ്ടും അതിൻ്റെ പുറത്ത് ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് ആകെ മൊത്തത്തിൽ ഇരട്ടിപ്പണിയാക്കി വെക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ വീഡിയോസിൽ റെഫറൻസ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടെ ചേർത്ത് വെച്ച് സെല്ലോ ടേപ്പ് വെച്ച് അങ്ങോട്ടേക്കാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാനിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3D എഫക്റ്റ് തോന്നാൻ വേണ്ടിയിട്ട് സൈഡ്സ് കൂടെ കവർ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഇരട്ടിപ്പണി. ആക്ച്വലി നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നതിന് മുന്നേ ആ ബാക്ക് പോർഷൻ ഫുള്ളായിട്ട് ബ്ലാക്ക് കൊണ്ട് കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പണിയുടെ ആവശ്യമില്ല. ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞില്ല, ആ സൈഡ്സൂടെ കവർ ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഇങ്ങനെ ഇത്രയും ലെങ്തിൽ നമ്മൾ കുറച്ച് പേപ്പേഴ്സ് പെയിൻറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും എൻ്റെ നെക്സ്റ്റ് ലോങ് വീഡിയോ എന്നുള്ളത് ഞാൻ മൈൻഡിൽ ആലോചിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇത് എടുത്തു, അപ്പം സഡനായിട്ട് തോന്നിയതാണ് എങ്കിൽ പിന്നെ ഇത് പബ്ലിഷ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഗൈസ്, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഈസിയാണ്, പക്ഷേ ഇവിടെ കുറച്ച് പാട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കോർണറിലുള്ള ആ കർവ് ലൈൻ കണ്ടോ, അവിടെ വെച്ച് വളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു പാട് പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഒട്ടിച്ചൊടിച്ച് വരുമ്പോഴത്തേക്ക് സംഭവം പെട്ടെന്ന് കഴിയും. ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു നാക്ക് പിടിയിട്ടിക്കോളും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുന്നത്. ഇതും ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി അഥവാ അത് സ്റ്റിക്ക് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അതിൻ്റെ സൈഡ്സ് എല്ലാം കൂടെ സെല്ലോ ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്, അതായത് ഫില്ലിംഗ് ദ ബോക്സ് ഇൻസൈഡ് വിത്ത് സം പഞ്ഞീസ്. അപ്പം പഞ്ഞി എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പഴക്കം ചെന്ന ഒരു പില്ലോടകത്ത് വരുന്ന പഞ്ഞികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു കളർ ഇങ്ങനെ ഇരിക്കുന്നത്. റെഡ് കളർ വെച്ച് നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, പഞ്ഞി തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് സ്പോഞ്ച് എടുത്താലും മതി, സ്പോഞ്ച് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ ലാസ്റ്റ് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പോഞ്ച് അല്ല, സ്പോഞ്ച് പോലത്തെ ഒരു സംഭവം, അതെന്താണെന്ന് ഞാൻ അന്നേരം പറയാം. അപ്പോൾ അങ്ങനെ ഐഫോൺ സ്ക്വിഷി സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ്സിൽ ആ ബട്ടൺസും കാര്യങ്ങളും ഒക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയിൽസ് ഉണ്ടാക്കിയതിന് ഒരു കവർ, അതായത് ഒരു ബാഗ് സെറ്റ് ചെയ്യണമല്ലോ, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അതിന് ശേഷം ഹോളായിട്ട് ഇതിനെ എല്ലാം കൂടെ ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും ഞാൻ സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യം ആക്ച്വലി ഇല്ല. പേപ്പർ വെച്ച് തന്നെ ഫോൾഡ് ചെയ്തിട്ട് സൈഡ്സ് മാത്രം സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്താൽ മതി. ഞാനിങ്ങനെ ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് അത് ലാസ്റ്റ് ചെയ്യില്ല. പേപ്പർ ആകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തട്ടിക്കേറി പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതെല്ലാം ചെയ്ത് വെച്ചാൽ. പറഞ്ഞല്ലോ, ഞാനിതൊരു മെമ്മറി ആക്കി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നാളധികം ഇത് നിൽക്കണം. അതായത് എങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് പറയാമല്ലോ, പണ്ട് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു, പണ്ടിങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ ഇതാണ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കാമല്ലോ, ഒരു രസമല്ലേ ഇതൊക്കെ. അങ്ങനെ നമ്മുടെ പേപ്പർ നെയിൽസിൻ്റെ ബാഗ് സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നെയിൽസ് എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചുറ്റും ഒന്ന് സെല്ലോ ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം മുകളിലത്തെ ആ പോർഷനും കൂടെ, അതായത് കട്ട് ചെയ്യുന്ന ആ പോർഷനും കൂടെ സെല്ലോ ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയാണ് ഇതിൻ്റെ ഫൈനൽ സംഭവം എന്ന് പറയുന്നത്, അതായത് ബ്ലൈൻഡ് ബാഗ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനകത്ത് നിങ്ങൾക്ക് ഐഫോണെന്ന് എഴുതാം, ഐഫോണിൻ്റെ പിക്ചേഴ്സ് കൊടുക്കാം. ഇനി സൈഡായിട്ട് ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് പിക്ചേഴ്സ് കൂടെ വരച്ചു കൊടുക്കാം. അങ്ങനെ അത് മൊത്തത്തിൽ അങ്ങ് കവർ ആയിക്കോളും. പിന്നെ ഗീവ് അവേ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആകെ ഒരു ഉത്തരം ഒന്നേ ഉള്ളൂ. നമ്മൾ 10K ആകുവാണെങ്കിൽ മാത്രമാണ് ഇനി നെക്സ്റ്റ് ഗീവ് അവേ നടക്കുന്നത്. അതായത് ചാനലിൻ്റെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രോത്ത് അനുസരിച്ചിട്ട് ഗീവ് അവേയുടെ അപ്ഡേഷനും രീതികളും ഒക്കെ മാറുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നത്. യൂഷ്വലി ഞാൻ കണ്ടിട്ടുള്ള ബ്ലൈൻഡ് ബാഗ്സ് എല്ലാം ഭയങ്കര ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആയിട്ടുള്ള ബ്ലൈൻഡ് ബാഗ്സ് ആണ്. അതായത് കുറോമി, മൈമെലഡി അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിൻ്റെത്, പിന്നെ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള തീമിലുള്ള ബ്ലൈൻഡ് ബാഗ്സ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഐഫോണിൻ്റെത് ഇല്ലെന്നല്ല, എങ്കിലും ഗാഡ്ജറ്റിൻ്റെ സംഭവങ്ങൾ ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറച്ചെങ്കിലും ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു, ക്യൂട്ട്നെസ്സൊക്കെ ഒന്ന് മാറ്റി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ബൈ ദ ബൈ, ക്യൂട്ട്നെസ് പേരിൽ മാത്രമേ ഉള്ളൂ. ആ കവർ ഫുള്ള് ഈ പേസ്റ്റൽ ഷെയ്ഡിൽ പോകുന്നത് കൊണ്ട് മൊത്തത്തിൽ ക്യൂട്ടായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങളോട് എനിക്ക് ചോദിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇനി നെക്സ്റ്റ് വീക്ക് തൊട്ട് എനിക്ക് ലോങ് വീഡിയോസ് അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും വീക്ക്ലി ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടൻസ് എങ്ങനത്തെ വേണമെന്നാണ് നിങ്ങൾക്ക് താല്പര്യം? അതായത് ആർട്ടിൻ്റെ വേണോ, ക്രാഫ്റ്റിൻ്റെ വേണോ, അതോ വേറെ എന്തെങ്കിലും രീതിയിലുള്ളത് വേണോ എന്നുള്ളത് നിങ്ങൾ പറയുക. പിന്നെ എൻ്റെ മൈൻഡിലിപ്പം കറൻ്റ്ലി ഉള്ള 2 ലോങ് വീഡിയോ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സോയിൽ ക്ലേ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജേർണൽ സെറ്റ് ഉണ്ടാക്കുക, അതും പ്രത്യേക ഒരു കളർ തീമിലൊക്കെ ചെയ്യണമെന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം ഇത് രണ്ടും കറൻ്റ്ലി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ പറയുക. പിന്നെ സോയിൽ ക്ലേ ഉണ്ടാക്കുന്നത് ഇനി പോസിബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി മഴയൊക്കെ ഇങ്ങനെ നല്ല പോലെ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കത് സെറ്റായി കിട്ടണമല്ലോ. അപ്പം അതിന് നല്ല സമയമെടുക്കും. അപ്പോൾ അത് സക്സസ് ആവുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല.
പിന്നെ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ഒരു മന്ത് എന്ന് പറയുമ്പോൾ നല്ല ആക്റ്റീവായിട്ടായിരുന്നു വീഡിയോസൊക്കെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 1 വീക്കിനകം 1-2 വീഡിയോസൊക്കെ നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടായപ്പോഴത്തേക്ക് എനിക്ക് ആവേശം കൂടിയതല്ലാതെ എനിക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് സെക്കൻഡ് മന്തൊക്കെ ആയപ്പോഴത്തേക്കും ഫാമിലി ഫംഗ്ഷൻസും എക്സാംസും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ബിസി ആയിരുന്നു. അങ്ങനെ ആയിരുന്നു ഈ ഒരു ഏപ്രിൽ മാസം കംപ്ലീറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. മെയ്യിലേക്ക് കയറിയപ്പോൾ അതിൻ്റെ അപ്പുറമായിരുന്നു. വേറെ കുറേ എക്സാംസും കാര്യങ്ങളും പിന്നെ അല്ലറ ചില്ലറ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ കാരണം എനിക്കൊന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനി അങ്ങോട്ട് എനിക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം. അറിയില്ല എത്രത്തോളം സക്സസ് ആവുമെന്ന്. എന്തായാലും ഒരു റുട്ടീനൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി അങ്ങോട്ട്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ കുറച്ച് വീഡിയോസിനകത്തൊരു കമൻറ്റ് കണ്ടതാണ്, റൂം മേക്ക് ഓവർ കാണിക്കുമോ അല്ലെങ്കിൽ റൂം ടൂർ കാണിക്കുമോ, അങ്ങനെ എന്തോ ഒരു സംഭവം. ഞാൻ ഞെട്ടിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, എൻ്റെ റൂമാണ് ഒരു പൊട്ട റൂമാണ്, അതിനകത്തൊന്നും കാണിക്കാനില്ല ഗൈസ്. ഭയങ്കര അലമ്പായിട്ട് ക്രാഫ്റ്റും സാധനങ്ങളൊക്കെ കൊണ്ട് മറ്റേ ഇത് ആക്രിക്കട പോലാണ് ഇരിക്കുന്നത് എൻ്റെ റൂം. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ തന്നെ ഈ ഒരു ടേബിൾ അല്ലെങ്കിൽ ഡെസ്ക് മാത്രമാണ് എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം നല്ല അലമ്പാണ് ഗൈസ്. പിന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ, കാണുന്നവരാരായാലും സബ്സ്ക്രൈബേഴ്സ് ആവണമെന്നില്ല, ആര് തന്നെ ആയാലും നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, നിങ്ങളുടെ സ്ഥലം എവിടെയാണ്, പേരെന്താ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, വർക്കിംഗ് ആണോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അറിയിക്കുക. പിന്നെന്താ, നിങ്ങളെ ആക്ച്വലി ഞാൻ കാണുന്നില്ലല്ലോ, എനിക്കറിയില്ല നിങ്ങൾ ആരാണ്, നിങ്ങൾക്കും എന്നെ അറിയത്തില്ല, ആക്ച്വലി ഫേസ് കാണുന്നില്ലല്ലോ, എൻ്റെ സൗണ്ട് മാത്രം കേട്ടിട്ടാണ് നിങ്ങൾ ഞാൻ ആരാണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. ആൻഡ് ദി ഓൺലി വേ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു ഗൈസ് ഈസ് ത്രൂ ഓൺലി കമൻറ്റ് സെക്ഷൻ. അപ്പോൾ കമൻസിലൊക്കെ ഞാൻ മാക്സിമം റിപ്ലൈസും കാര്യങ്ങളൊക്കെ അറിയാറുണ്ട്, ചോദിക്കാറുണ്ട്. അതായത് നമ്മുടെ ഈ 6K എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ഫാമിലി പോലെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 പേരല്ല, 6000 ആൾക്കാരാ, 6000 ഫാമിലി. പിന്നെ ഒരു ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ചുമ്മാ ഇതിരുന്ന് കണ്ട് സമയം കളയാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ അയച്ചു കൊടുത്തൊന്ന് സപ്പോർട്ടാക്കിക്കോ. ഇപ്പോൾ ഈ ഐഫോണിൻ്റെ സംഭവമൊക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് എൻ്റെ ഫോൺ ഏതാണെന്നുള്ളത് ഇനീഷ്യലി കുറച്ച് ആൾക്കാർ കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്മി നോട്ട് 10 Pro ആണ്. അങ്ങനെ ഭയങ്കര അടിപൊളി ഫോണാണ് എന്നൊന്നും ഞാൻ പറയില്ല, എങ്കിലും കുറച്ച് അടിപൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സും കാര്യങ്ങളും ക്വാളിറ്റിയൊക്കെ നല്ലതാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി വീഡിയോസും ഫോട്ടോസും ഒക്കെ തരുന്നുണ്ട്. ഇതിന് മുന്നേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വിവോയുടെ ഒരു പഴയ വേർഷനായിട്ടുള്ളൊരു ഫോണായിരുന്നു. അതിന് തീരെ ക്യാമറയും ക്വാളിറ്റിയും സംഭവങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, 2019 ഈ ഒരു ചാനൽ തുടങ്ങിയെന്ന്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് വീഡിയോസ് ഇടാനായിട്ടുള്ളൊരു ഇൻസെക്യൂരിറ്റി വൈബ് തന്നിരുന്നത് ആ ഒരു ഫോണായിരുന്നു. പിന്നെ ഈ ഒരു ഫോൺ മേടിച്ചത് 2022 ഒക്കെ ആയപ്പോഴത്തേക്കാണ്. മറ്റേ ഫോൺ ഡെഡായി പോയപ്പോഴത്തേക്കും ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൽ ഞാൻ പതുക്കെ വീഡിയോസും ഫോട്ടോസും എല്ലാം അടുത്തടുത്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെയാണ് കുഞ്ഞു വീഡിയോസൊക്കെ ഞാൻ പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ യൂട്യൂബ് വരെ എത്തി നിൽക്കുന്നത്. ആൻഡ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞെന്ന് തോന്നുന്നു. ആക്ച്വലി ഇതൊക്കെ അൺവാണ്ടഡ് ആണ്, നിങ്ങൾ വേണമെങ്കിൽ കേട്ടാൽ മതി കേട്ടോ. അങ്ങനെ കഥ പറഞ്ഞ് ഏകദേശം നമ്മുടെ ഐറ്റംസൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവത്തിനകത്ത് സാധാരണ എഴുതുന്നത് എപ്പിക്, റെയർ, കോമൺ, ലെജൻഡറി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ ഡയറക്റ്റ് അതിനകത്ത് എന്താണ് വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞിട്ടാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്തിട്ടുള്ള സ്പോഞ്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പൗച്ചൊക്കെ മേടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് വെച്ച് ഫില്ല് ചെയ്യുമല്ലോ അവർ. അപ്പോൾ അതാണ് ഇതിനകത്ത് ഞാൻ കട്ട് ചെയ്ത് പീസസ് ആക്കി ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ ഐഫോണിനും കൂടെ ഒരു പാക്കേജിങ് കവറും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഏതെങ്കിലും ഒരു കളർ ഷീറ്റ് എടുക്കുക, അതിനെ ഒന്ന് പശ തേച്ച് സൈഡ്സ് എല്ലാം കവർ ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഐഫോണിനെ ഇട്ട് കൊടുക്കുക. പുറത്ത് നമ്മളൊരു ക്ലിപ്പും പിന്നെ ഒരു നോട്ടും ഒക്കെ വെച്ചിട്ട് ഫുള്ളൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയതിന് ശേഷം നമ്മുടെ മെയിൻ ബാഗിലേക്ക് എല്ലാത്തിനും ഒന്ന് ഇട്ട് കൊടുക്കുക. സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ബ്ലൈൻഡ് ബാഗ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ടാക്കുക.